ഹലോ ഹലോ, സന്തോഷിയാണോ? അതെ, ആരാ വിളിക്കുന്നത്? ഇത് ഞാൻ വെബിന്റെ വെബ്സൈറ്റിന്റെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് വിളിക്കുന്നത്. ഹലോ, എവിടെ സ്ഥലം എവിടെയാണ്? ഹലോ, ഇത് ഹോങ്കോങ് ബേസ്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ്. ഹോങ്കോങ്ങോ? ഞങ്ങളിവിടെ ഒരു മലയാളി. എന്റെ പേര് ശശി. നിങ്ങളുടെ പേരെന്താ? ശശി. അപ്പൊ താങ്കളുടെ സോങ്സ് ഫുൾ ഇങ്ങനെ ഹിറ്റായി നിൽക്കുകയാണല്ലോ. അപ്പൊ ഒരു ചെറിയൊരു ഇന്റർവ്യൂവിന് വേണ്ടി വിളിച്ചതാണ്. താങ്കൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാവോ? ഞാന് എഡിറ്റിംഗിനാണ്. പറഞ്ഞോളൂ. സാർ ബിസി ആണെങ്കിൽ ഞാൻ നേരത്തെ വിളിച്ചിരുന്നു. സാർ ബിസി ആണെങ്കിൽ പിന്നെ വിളിക്കാം, കുഴപ്പമില്ല. ഞാനിപ്പോ ചോദിച്ചോ. ഓക്കെ സാർ. അപ്പൊ സാർ എന്നത്തേക്ക് സിനിമ ഇങ്ങനെ റിലീസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്? അത് യൂട്യൂബിലാണ് വിചാരിക്കുന്നത്. ഞങ്ങൾ മെയ് ലാസ്റ്റ് ആയിരുന്നു വിചാരിച്ചിരുന്നു. പക്ഷെ അതിപ്പോ സിനിമ വിചാരിച്ചതിനും കുറച്ചുകൂടെ നേരത്തായി. കാരണം 8 ഫൈറ്റ്സ് ഒക്കെ ഉള്ള ഫിലിമാണ്. ഒരു 3.5 മണിക്കൂർ ലെങ്ത്തുള്ള ഫിലിമാണ്. അപ്പൊ അത് ജൂലൈയിൽ തന്നെ റിലീസ് ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. കാരണം അത് വർക്ക് 2 ദിവസത്തെ വർക്ക് പെൻഡിങ് വന്നു. അത് ശരി. അപ്പൊ 3.5 മണിക്കൂർ ഫിലിമാണ്. 3.5 മണിക്കൂറോളം വരുന്നില്ല. അപ്പൊ അതൊന്നും എഡിറ്റ് ചെയ്ത് വേണം. കാരണം 105 പുതിയ താരങ്ങളാണ് ഫിലിമിൽ വരുന്നത്. ഞാൻ ഇപ്പോഴും പരമാവധി പുതിയ താരങ്ങൾക്ക് ചാൻസ് കൊടുക്കാന്നുള്ള ഐഡിയയിലാണ് ഞാൻ ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ മെയ് ലാസ്റ്റിന്റെ പുതിയ സിനിമ കാളിദാസിന് കവിതയാണെന്നുള്ള സിനിമയിലും ഒരുപാട് പുതിയ ആളുകൾക്ക് ചാൻസ് കൊടുക്കാനാണ് ഞാൻ നോക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അവര് പെർഫോം ചെയ്യണമെന്നില്ല. അങ്ങനെ മാത്രമല്ല, സമയം 3 ലാംഗ്വേജിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും കുറച്ച് ലേറ്റ് വരുന്നുള്ളതാണ് സത്യം. അത് ശരി. അപ്പോ ഈ പുതിയ സിനിമ എന്ന ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല, തുടങ്ങുന്നുള്ളൂ. കാരണം വെച്ചാൽ അതിന്റെ വർക്കും. കാരണം വെച്ചാൽ പൊതുവിൽ ഞാൻ ഈ സോങ് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് സോങ്സ് എന്റെ സിനിമയിൽ നന്നായിട്ടുണ്ടാവും. ഇപ്പൊ തന്നെ യൂട്യൂബിൽ 2 സോങ്ങേ വന്നിട്ടുള്ളൂ. ഇനി 6 സോങ് കൂടെ വരാനുണ്ട്. ഇപ്പൊ എൻ ജി ശ്രീകുമാർ സാർ പാടിയതും ചിത്രേഷ് പാടിയതും വിധുപ്രതാപ് പാടിയതും അങ്ങനെയൊക്കെ ആയിട്ട് ആകെ 8 സോങ് ഉണ്ട് സിനിമയിൽ. അപ്പൊ മറ്റുള്ള സോങ്സ് ഒക്കെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മള് അതിന്റെ എഡിറ്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ വിളിക്കുമ്പോൾ ഞാൻ അതിന്റെ എഡിറ്റിംഗിലാണ് ഇതിനിപ്പോ എന്നൊക്കെ യൂട്യൂബില് വരെ ഈ സോങ്സ് എല്ലാം? ആക്ച്വലി ഞാനിപ്പോ യൂട്യൂബിന് വേണ്ടിയിട്ടല്ല. നമ്മളിപ്പോ ഞാൻ പറഞ്ഞല്ലോ, നമ്മള് തിയേറ്റർ വേർഷനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന് മുമ്പ് ചെയ്തതും യഥാർത്ഥത്തിൽ സംഭവിച്ചത് വർക്ക് ഈ നിങ്ങൾ കാണുന്ന 2 സോങ്ങിൽ ഇനി ഒരു ദിവസം വർക്ക് ഉണ്ടായിരുന്നു, പെൻഡിങ് ഉണ്ടായിരുന്നു. ഞാനത് വെച്ചിട്ട് ഞാൻ തന്നെ എഡിറ്റിംഗോട് ഞാൻ ഫാസ്റ്റ് ആയിട്ടൊന്ന് എഡിറ്റ് ചെയ്ത് കൊടുത്തതാണ് സംഭവം. പക്ഷെ അത് വേറൊരാളാണ് അത് യൂട്യൂബിൽ കൊടുത്തിരിക്കുന്നത്. ഇനിവേ 2 ആഴ്ചക്കുള്ളിൽ ഞാൻ യൂട്യൂബിൽ വരുന്നുള്ളതിനാണ് ഞാൻ നോക്കുന്നത്. അത് എന്റെ ജോലിയുടെ സമയമുള്ളൂ. മീൻസ് ഞാൻ എഡിറ്റ് ടൈമേ ഉള്ളൂ. സാറിങ്ങനെ ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇത്ര നന്നായിട്ടുണ്ട് വീഡിയോ തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വളരെ നന്നാവുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെ എക്സ്പെക്ടേഷനിലും ഭംഗിയായിട്ട് വരുന്നുള്ളതിലാണ് ഞാൻ നിൽക്കുന്നത്. മാത്രമല്ല, നിലവിലുള്ള 2 സോങ്ങും എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക, അതൊരു ലാസ്റ്റ് വേർഷൻ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം നമ്മളെ തിയേറ്റർ വേർഷൻ അല്ല. ഞാൻ ആ വർക്ക് തീരില്ല, ഞാനൊന്ന് ഫാസ്റ്റായിട്ട് എഡിറ്റ് ചെയ്ത സംഭവമാണ് നിങ്ങൾ കാണുന്നത്. അതിൽ ഒരുപാട് വർക്കുകൾ തീർത്തിട്ട് തിയേറ്റർ വേർഷൻ എന്ന് പറയുമ്പോൾ സ്മോക്കിൽ എഡിറ്റ് ചെയ്തിട്ടും ഗ്രേഡിയന്റ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടേ തിയേറ്റർ വേർഷൻ ഉള്ളൂ. ഇത് പലരും മനസ്സിലാക്കിയത് അതാണ് തിയേറ്റർ വേർഷൻ എന്ന രീതിയിലാണ്. ചില അനാവശ്യമായ ചില വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയത് അങ്ങനെയാണ്. എന്തായാലും ഇനിയുള്ള സോങ്ങിലെങ്കിലും വിവാദങ്ങളില്ലാത്ത രീതിയിൽ ഞാൻ സോങ് ചെയ്യുന്നുള്ളൂ. അതിനെക്കുറിച്ചും ചോദിച്ചോട്ടെ. ഇപ്പോ പുതിയതായിട്ട് വന്ന പെമ്പിള്ളേരെ ഇങ്ങനെ പുതിയതായിട്ട് സിനിമ എടുക്കുന്നവരിങ്ങനെ യൂസ് ചെയ്യുക അങ്ങനെ ഒരു കാര്യങ്ങളെ കുറിച്ച് കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? എനിക്കറിയില്ല. ഈ നിങ്ങൾ ഈ പറയുന്ന കഥ പെൺകുട്ടികളും ഞാനും അറിഞ്ഞിട്ടില്ല. അല്ല സാർ, എന്താണെന്ന് വെച്ചെങ്കിൽ ഇപ്പൊ യൂട്യൂബിലേക്ക് താങ്കൾ കയറി വെക്കാൻ ചെയ്യുന്നത് അതിന്റെ കമന്റുകൾ കാണാൻ വെച്ചെങ്കിൽ താങ്കൾക്ക് മനസ്സിലാവാം ഒരുപാട്. യൂട്യൂബിൽ ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എഴുതാലോ, എനിക്ക് എഴുതാലോ. വളരെ നല്ലതെന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എഴുതിക്കൂടെ? ആർക്കും എഴുതാം. മനസ്സിലാക്കേണ്ടത് ഞാൻ യൂട്യൂബിൽ ആളുകൾക്ക് വേണ്ടി ചെയ്ത സംഭവം അല്ല അത്. ഇതില് യൂട്യൂബിലാണ് അത് കൂടുതൽ. മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി യൂട്യൂബിലൂടെ സൂപ്പർ ഹിറ്റ് ആയ പാട്ടുകളാണ് ഉള്ളത്. അതിൽ എനിക്ക് അഭിമാനമുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് ഞാൻ യൂട്യൂബിലെ ആളുകൾക്ക് വേണ്ടി ചെയ്ത സംഭവം അല്ല അത്. എന്തായാലും എനിക്ക് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. അത് വിമർശിക്കുന്നവർ പോലും അതിലെ ചില ടീമിന്റെ കാര്യത്തിൽ വിമർശിച്ചിട്ടുള്ളൂ. അതിലെ പാട്ടായാലും സംഗീതമായാലും പാടിയതായാലും വളരെ ഭംഗിയായിട്ടുണ്ടെന്നുള്ള അഭിപ്രായം അത് കണ്ട എല്ലാവർക്കും ഉണ്ട്. പാട്ടെല്ലാം സൂപ്പർ ഹിറ്റ് ആണ്. അതിലെനിക്കൊരു സന്തോഷമുണ്ട്.
അതെ അതെ, വളരെ സൂപ്പർ ഹിറ്റാണ്. ഒരാഴ്ച 1,00,000 ആളുകളൊക്കെ കാണാന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്റെ അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ. ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഞങ്ങൾ അത് അപ്ലോഡ് ചെയ്തിട്ട് ഒരാഴ്ച കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയത് ഏകദേശം 15,000-ന് മുകളിൽ വ്യൂവേഴ്സ് ആണ്. അതെ അതെ അല്ലേ. അപ്പൊ ഞങ്ങൾക്കറിയാം ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയിൽ എനിക്കത് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ഹിറ്റാണ് ആ സോങ് എന്നുള്ളത്. അതെ അതിപ്പോ അല്ലാതെ പലരും പറയുന്ന അതിനെ 1-2 ഹലോ ഇങ്ങനെ ആയതെന്നാ പറയുന്നത്. പക്ഷെ എനിക്ക് അതിനോട് യോജിച്ചില്ല. ഇതിപ്പോ അല്ലാണ്ട് ആ ഫീല് കൊണ്ടൊന്നല്ല പാട്ട് സൂപ്പർ ഹിറ്റായത് ചില ഫീല് കൊണ്ടൊന്നല്ല. പാട്ട് ഹിറ്റായത് പാട്ട് നല്ലതായതുകൊണ്ട് തീർച്ചയായും അതിലൊരു സംശയമില്ലെന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായും സാർ ആ പാട്ടിന്റെ ഗുണമാണ്. തീർച്ചയായും അതെ, അത് തന്നെയാണ് അതിന്റെ മെയിൻ. അല്ലാതെ അതിലെ ചില ഫീലിന്റെ ഇതുകൊണ്ടൊന്നുമല്ല. അതിപ്പോ താങ്കൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല വെച്ചെങ്കിൽ പോലും അത് MP3 ആണെന്നെങ്കിൽ പോലും അതെ, സൂപ്പർ ഹിറ്റാവും, അതിൽ യാതൊരു സംശയമില്ല. പിന്നെ ചെറിയ ചില സീനിന്റെ കാര്യത്തിലാണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഞാൻ ഇന്ത്യൻ സെൻട്രൽ ബോർഡിന്റെ ഈ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു സാധനമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എനിക്കതിൽ യാതൊരു സീനും കട്ട് ചെയ്യുന്ന യാതൊരു കാര്യമില്ല. കാരണം എനിക്ക് സിനിമന്റെ കാര്യത്തിൽ അവരാണ് അതിന്റെ അതോറിറ്റി. അതിൽ യാതൊരു കുഴപ്പവും ആർക്കും ഫീൽ ചെയ്തിട്ടില്ല. എനിവേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ആളുകളുടെ ഒരു മോറൽ സൈഡിന്റെ ആംഗിളിലും ആളുകൾ പറഞ്ഞാൽ അവർക്കൊരു പ്രയാസം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഉണ്ടെന്ന് മാറ്റേണ്ടത് എന്റെ സൈഡിലുള്ളതുകൊണ്ട് ഞാനത് മാറ്റിയിട്ടേ തിയേറ്ററിൽ വെർഷനിൽ വരുള്ളൂ എന്ന് ഞാൻ ഉറപ്പ് കൊടുക്കുന്നു. മാത്രമല്ല ഇത് ഞാൻ വേറൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞപ്പോൾ ചിലർ എന്നെ വിളിച്ചു കഴിഞ്ഞു, സാർ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്, ഈ സാറിന്റെ ഈ സമയത്ത് തന്നെ റിലീസായ പല സിനിമകളുടെ ഇതിനേക്കാൾ എത്ര വൾഗർ കാണുന്നു സാറ്, സാറായിട്ട് കട്ട് ചെയ്യുന്നതൊക്കെ പറയുന്നത്. അതാണ് താങ്കൾ മറ്റുള്ളവർ വിമർശിക്കുന്നത് താങ്കളായിരിക്കും താങ്കളുടെ പടത്തിന്റെ മൂല്യം കളഞ്ഞ് ഒരു സീൻ പോലും കട്ട് ചെയ്തത്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു സിനിമാ പ്രേമി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് അത്രേ പറയാനുള്ളൂ. അതെ അതെ അതെ. അപ്പോ ഞാൻ പറഞ്ഞാലേ വിമർശിക്കുന്നത് നല്ല രീതിയിലാണെങ്കിൽ എന്നെ മാത്രമല്ല ഒരുപാട് പേര് ഇതേപോലെയൊക്കെ അല്ല ഇതിലും വളരെ വൾഗറായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഭാര്യ അത്ര മോശമായിട്ടൊന്നും പെർഫോം ചെയ്തിട്ടില്ല. അത്യാവശ്യം ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ട്. വേറെ പലരും തീരെ ഡ്രസ് ഇല്ലാതൊക്കെ ചെയ്തവരെയൊക്കെ നമ്മൾ വെറുതെ വിട്ടു വരുത്തുന്നുണ്ട്. അതിപ്പോ ഇപ്പോഴായാലും വൾഗറായിട്ട് പാട്ടുകളും ഇതൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ എത്രയും ഏതെങ്കിലും ഒരു ഹിന്ദി സിനിമയിലെ സോങ് എടുത്തു നോക്കാം നമ്മൾ. അവരെ ഹിന്ദി സീരിയൽ നോക്കുക, ഹിന്ദി സിനിമയിലേക്ക് പോണ്ട, ഏതെങ്കിലും ഹിന്ദി സീരിയൽ നോക്കുക. അതൊന്നും ഒരു കുഴപ്പം തോന്നാത്ത ആളുകൾക്ക് ഇത് പെട്ടെന്നൊരു ഭയങ്കര പ്രശ്നമായി തോന്നിയെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. നമ്മളെ എന്താ പറയാ, നമ്മളെ സമയദോഷം എന്നേ പറയാൻ പറ്റുള്ളൂ. സമയദോഷം എന്ന് പറയാൻ പറ്റില്ല. പിന്നെ എന്തായാലും എനിക്ക് സന്തോഷമുണ്ട്. ഇത് തീർച്ചയായും താങ്കളുടെ നല്ല കാലമാണ്, മലയാള സിനിമയുടെ നല്ല കാലമാണ്. ഞങ്ങൾക്ക് അത്രയാ മനസ്സിൽ തോന്നിയിട്ടുള്ളത്. അല്ല, പക്ഷെ ഈ പാട്ടിനെ മാറ്റി നിർത്തിയിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം പാട്ടിനെ സംബന്ധിച്ചോളം ഒരു ബോണസാണ്. പക്ഷെ ഈ സിനിമ എൻറ്റയർലി വളരെ ഒരു വെറൈറ്റി ഫിലിമാണ് കേട്ടോ. മലയാളത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഒരു പ്രമേയം ആരും പറഞ്ഞിട്ടില്ല. ഞാൻ ഉറപ്പു തരാണ്. യഥാർത്ഥത്തിൽ ഈ സിനിമ റിലീസായി കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ച് ഞാൻ പറയുന്നു, ഇതിന്റെ സ്റ്റോറി ആയിരിക്കും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുക. അതിലെ സോങ് ഒന്നല്ല. സോങ് വെറും ഒരു സുന്ദരിയായ പെൺകുട്ടിയിൽ നമ്മൾ കുറച്ച് ആഭരണം ചാർത്തിയ പോലുള്ള ഒരു രീതിയിൽ വരുന്നത്. ആഭരണത്തിന്റെ റോളേ സോങ്ങിനുള്ള. അതാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ സിനിമ റിലീസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. മാത്രമല്ല ഈ എന്താണ് പറയാ, മലയാളത്തിൽ ഇപ്പോ നായിക ദാരിദ്ര്യം അങ്ങനെയുള്ള എല്ലാ ദാരിദ്ര്യം ഈ സിനിമ റിലീസ് ചെയ്ത ഒരുവിധമൊക്കെ മാറും. കാരണം ഒരുപാട് നല്ല കഴിവുള്ള അഭിനേതാക്കളും അഭിനേത്രികളും നല്ല വില്ലന്മാരും ജീവൻ ആയിട്ടുള്ള കോമഡിയന്മാരും ഒക്കെ നമുക്ക് ഈ സിനിമയിലൂടെ പ്രതീക്ഷിക്കാൻ നിന്നുണ്ട്. കാരണം 105 ആളുകളുടെ കരിയറാണ് ഈ സിനിമയിലൂടെ വരുന്നത് എനിക്ക് പറയാനുള്ളത്. ഞാൻ അത്രയും ഒരു റിസ്ക് എടുത്താണ് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ അടുത്ത സിനിമകളിൽ ഇതേപോലെ പരമാവധി പുതുമുഖങ്ങൾക്ക് ചാൻസ് കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് താങ്കൾ ഈ ഫേമസ് ആയിട്ടുള്ള നല്ലൊരു പുതിയ തലമുറ, നല്ല ജിനിയൻ ആയിട്ടുള്ള തലമുറ, വെറുതെ ഇത് കോപ്രായം കാണിക്കുന്നവരല്ല, നല്ല കഴിവുള്ള ഒരു തലമുറ ഉണ്ടാവണം എന്നുള്ള ഒരു സിനിമ കൾച്ചറുള്ളവരുണ്ടാവണം എന്നുള്ളതല്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഫേമസ് ആയിട്ടുള്ള നടികളെ മാറ്റി നിർത്തിയിട്ട് എന്തുകൊണ്ടാണ് താങ്കൾ പുതുമുഖങ്ങൾക്ക് ചാൻസ് കൊടുക്കാൻ കാരണം? വെക്കാനുള്ള പ്രധാന കാരണം സാമ്പത്തികമാണ്. പിന്നെ പലർക്കും ജയിച്ചില്ല, അവർക്ക് പലർക്കും ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ പല ഫേമസ് ആയിട്ടുള്ള അവർക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ അവർക്കത് അവരുടെ ടൈമിംഗ് ഒരു പ്രശ്നമാണ്. പക്ഷെ എന്റെ അടുത്തോളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോ നാളെ ഒരു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നടന്നിരിക്കണം. അങ്ങനത്തെ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇപ്പൊ ക്യാമറ ആയാലും മേക്കപ്പ് ആയാലും എനിക്ക് ഒരു കാര്യത്തിൽ ഇന്നാളിനെ വേണമെന്നൊന്നുമില്ല. ഞാനൊരു കാര്യം ചെയ്യാൻ നടന്നിരിക്കുന്ന ദിവസമാണ്.
അപ്പൊ അത് വരുമ്പോ എനിക്ക് പലപ്പോഴും പലരുടെ ഡേറ്റായിട്ട് എനിക്ക് ശരിയാവുന്നില്ല. അത് സ്വാഭാവികമായിട്ട് എനിക്കിപ്പോ പറഞ്ഞാൽ ഈ ടൈമിൽ വർക്ക് തീരണം. പറഞ്ഞില്ല, ഞാൻ എനിക്ക് മഴയ്ക്ക് മുമ്പായിട്ട് റിലീസ് ചെയ്യാൻ വിചാരിച്ചതാണ്, പക്ഷെ നടന്നില്ല. എനിവേ ജൂണിൽ എന്ത് ചെയ്യാനാവില്ല, ജൂലൈയിലെങ്കിൽ റിലീസ് ചെയ്യണം. അത് എന്റെ മൈൻഡിലുള്ളൊരു കാര്യമാണ്. അത് ഞാൻ നടപ്പിലെടുക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഞാനൊരു MSc സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡന്റ് കൂടിയാണ്. അപ്പൊ ഞാൻ സൈക്കോളജിക്കലായി ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ചില റിസൾട്ട് കൂടിയാണ് ചിലതൊക്കെ സംഭവിച്ചില്ല. എനിക്കതിന് സന്തോഷമോ ദുഃഖമോ ഉണ്ട്, എന്താ പറയാന്നറിയില്ല. ഓക്കെ സാർ, ഞാൻ ഇപ്പോ താങ്കൾ കുറെ നടിമാരെ സമീപിച്ചെന്ന് പറഞ്ഞല്ലോ, അതിപ്പോ ആരൊക്കെയാണ്? ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടു ഭാവനെ സമീപിച്ചിരുന്നു പറഞ്ഞു. അതുപോലെ വേറെ ആരെങ്കിലും സമീപിച്ചിരുന്നോ? സാറ്, ഞാൻ സമീപിച്ച എല്ലാവരിൽ നിന്നും നല്ല റെസ്പോൺസ് എനിക്ക് കിട്ടിയത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ പ്രയാസം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പറയുന്ന ദിവസങ്ങൾ അവർക്കും 2 വർഷം വരെ അവർക്ക് ഡേറ്റ് ഇല്ല. അങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങളുണ്ട്. എല്ലാവരെയും നല്ല റെസ്പോൺസ് എനിക്ക് കിട്ടി. ഞാൻ ശരിക്കും ഒരു തുടക്കക്കാരനായിട്ട് പോലും എല്ലാവരെയും പരമാവധി അഡ്ജസ്റ്റ് ചെയ്യാൻ സഹകരിക്കാൻ രീതിയിലായിരുന്നു അവർ പറഞ്ഞത്. പക്ഷേ ദിവസങ്ങളുടെ പ്രശ്നം കൊണ്ടാണ്. യഥാർത്ഥം ഞാൻ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് നല്ല സ്റ്റാർസ് വെച്ച് ചെയ്യാമായിരുന്നു. ഇതിലെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഞാൻ ബേസിക്കലി ഞാൻ സിവിൽ എഞ്ചിനീയറാണ്. ഞാൻ എന്റെ ജോലിയെല്ലാം കളഞ്ഞിട്ടാണ് എനിക്ക് വരുന്നത്. അപ്പൊ എനിക്ക് ഒരു ദിവസം, ഒരു മാസം പോയിട്ട്, ഒരു ദിവസം പോയിട്ട്, ഒരു മണിക്കൂർ പോലെ എനിക്ക് വേസ്റ്റ് ചെയ്യുന്നുള്ള വലിയൊരു നഷ്ടമാണ്. ഞാൻ 2ാമത്തെ വർഷത്തിലേക്ക് പോവാണ്, നീലാസില്. ഇത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ട്. എന്താ പുതുതായിട്ട് വരുന്ന പുതിയ തലമുറേനെ വാർത്തെടുക്കേണ്ടത് നമ്മൾ തന്നെയാണല്ലോ. അപ്പോ സാർ അതിനൊരു മുൻകൈ എടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. അതെ 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 മാത്രമല്ല അടുത്ത വർക്കുകളിൽ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇത് 3 ലാംഗ്വേജിലും ഡിഫറെന്റ് ആയിട്ട് സീൻസ് ഷൂട്ട് ചെയ്യുന്നുണ്ടോ, അതോ ജസ്റ്റ് മൊഴിമാറ്റം മാത്രമാണോ? ഡിഫറെന്റ് ആയിട്ട് അതായത് മൊഴിമാറ്റം മാത്രം ചെയ്യാണോ, അതോ ഷൂട്ടിംഗ് ഫുൾ ആയിട്ട്? ഫുൾ ആയിട്ട് ചെയ്യുന്നുണ്ടോ? അപ്പൊ ഇത് ഇന്ത്യൻ സിനിമ ഫീൽഡിൽ കിട്ടുന്ന ഒരു ഡിഫറെന്റ് ഫിലിം ആയിരിക്കും. അതെ, ഒരേ സമയമാണ് 3 ലാംഗ്വേജ് ചെയ്യുന്നത്. അത് ശരി. അതുകൊണ്ടാണ് ഇതിന്റെ ഷൂട്ടിംഗ് 100 ദിവസത്തോളം എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇങ്ങനെ വളരെ അപൂർവം ഒരു സൂപ്പർ താരങ്ങളുടെ സിനിമയുടെ പോലും കവർ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയ്ക്കും അത് എന്താ പറയാ, ഒരു ചെറിയ സ്റ്റോറി. പക്ഷെ അത് അങ്ങനെ ആയിരണെങ്കിൽ 105 പേരുടെ ഫുൾ സപ്പോർട്ട് വേണം, എന്നാലും ആ സിനിമ അങ്ങനെ ആവും. അല്ല സാർ, ഞാൻ ചോദിച്ചോട്ടെ, ചെറിയൊരു പ്രമേയം പക്ഷെ അത് മനോഹരമാക്കാൻ ശ്രമിച്ചാണ്. ഈ ഇപ്പോ ഫസ്റ്റ് ഒരു സീൻ ഷൂട്ട് ചെയ്ത് തമിഴിന് വേണ്ടി വേറെ സീൻ, സെയിം സീൻ വീഡിയോ അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ 2 കൂട്ടുകാർ നമ്മൾ സംസാരിക്കുന്നതാണെങ്കിൽ അതിലൊരു ഷോട്ട് മലയാളം, പിന്നെ തമിഴ്, പിന്നെ ഹിന്ദി. അങ്ങനെ വരുമ്പോൾ പ്രയാസം എന്താ വെച്ചാൽ സൈഡിലെവിടെയും മലയാള ബോർഡ് പറ്റില്ല, മലയാള ശൈലി പറ്റില്ല. ശരിക്കും ഒരു ഹിന്ദി ഫിലിം സ്റ്റൈലാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. കാരണം 3ന്റെയും കൾച്ചറിന്റെ ഇടയിൽ വെച്ചിട്ടാണ് ചെയ്തത്. പിന്നെ പല സോങ്സ് ഇപ്പൊ തന്നെ ഗോകുലനാഥനായിക്കുള്ള കണ്ണൻ രാധയുമായി വന്നു ചേർന്നു എന്ന് പറഞ്ഞിട്ട് സോങ് വരാനുണ്ട് യൂട്യൂബില്. നല്ല ഹിറ്റാവും. നമ്മളെ ഈ രാത്രി ശിവരാത്രികളെ ഹിറ്റാവുന്ന എനിക്ക് ആ സോങ് ഒക്കെ തന്നെ ഒരു ഈ സോങ് ഒക്കെ തന്നെ ഞാൻ ശരിക്കും പറഞ്ഞാല് ഒരു തമിഴ് ശൈലി അല്ലെങ്കിൽ മലയാള ശൈലി, കൂടെ തന്നെ വേണമെങ്കിൽ ഒരു തെലുങ്ക് സ്റ്റൈല്, അതേസമയം ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ഹിന്ദി സ്റ്റൈല്, ഞാനൊരു എല്ലാത്തിനും മിഡിലൂടെ ഇങ്ങനെ പോയതാണ്. എനിക്ക് തോന്നുന്നു നമ്മളെ ഇന്റർവ്യൂ കട്ടാവാൻ സാധ്യത ഞാൻ യാത്രയിലാണ്. ഞാൻ പെട്ടെന്ന് തീർക്കാം. ഞാൻ ഒരു കാര്യം കൂടി വെച്ചോട്ടെ, നമ്മളെ നൈറ്റിൽ വിളിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ സാർ, താങ്കളെ എപ്പോഴാണ് ഫ്രീ ആവുക? ഒരു 8 മണിക്ക് ശേഷം വിളിച്ചോളൂ. നൈറ്റില് 8:30. ഓക്കെ വിളിച്ചോളൂ. ഞാൻ സാധാരണ അധികം എഡിറ്റിംഗ് ആയതുകൊണ്ട് എടുക്കാറില്ല. ഏത് ഈ നമ്പർ തന്നെയാണോ വിളിക്കുന്നത്? ഇതിപ്പോ ഇന്റർനെറ്റ് കാരണം ഞാൻ പലപ്പോഴും എനിക്ക് ഡിസ്റ്റർബൻസ് ആവുമ്പോൾ ഞാൻ പലപ്പോഴും ഫോൺ എടുക്കാറില്ല. അത്രയും ഫോണിങ്ങനെ വന്നോണ്ടിരിക്കുന്നത്. നാട്ടിലെന്നല്ലാത്ത കാരണം ഒരു ഡിഫറൻസ് സ്റ്റൈല് നമ്പറാ വരിക. ഞാൻ നാട്ടില് കറക്റ്റ് 8:30 വിളിക്കാം സാർ. ഹലോ
പറയൂ ഇവിടെ യാത്രക്കിടയില്ല, പറഞ്ഞോളൂ. ഓക്കെ കൃത്യം 8:30 വിളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് സംസാരിക്കാൻ പറ്റുമോ? ആയിക്കോട്ടെ ആ 8:30 വിളിച്ചു. വെക്കുന്നതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻസിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒന്നുകൂടി പ്രിപ്പയർഡ് ആവും. ഓക്കെ ഷുവർ. അതിനു മുമ്പ് ഒരു കാര്യം കൂടി വെച്ചോട്ടെ. ഇപ്പൊ പറഞ്ഞ ഒരു സോങ് ഉണ്ടല്ലോ, അതൊന്ന് രണ്ടുപേരും മൂളാൻ പറ്റുമോ? യാത്രയിലായിപ്പോയല്ലോ. ഇല്ല കുഴപ്പമില്ല, ഞാൻ പണിയെടുത്തി രാത്രി വിളിക്കുമ്പോ ഞാൻ രാത്രി വിളിക്കും. ഞാൻ യാത്രക്കിടയിലാണ്. ഓക്കെ ഓക്കെ താങ്ക്സ്. ഓക്കെ